ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ റീഡിങ് പെൻഡുലം റീഡിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ കുറേ ആയിട്ട് എത്തിങ് എടുത്തിട്ടില്ല. സോ ഇപ്പം എനിക്ക് എടുക്കാൻ തോന്നി. ഓക്കെ, ഇതെൻ്റെ ഫേവറേറ്റ് പെൻഡുലമാണ്. റോസ് കോട്ട്സിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഇതാണ്. പെൻഡുലമ്മിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു, എന്നാലും പറയാം ഒരിക്കൽ എന്തായാലും. ഇത് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് ടോപ്പ് ചിലപ്പോൾ കാണില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് പിടിക്കുക. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഫിംഗറിൻ്റെ ഇടയിൽ ആക്ച്വലി ജസ്റ്റ് ഇങ്ങനെ വെക്കുകയുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ പിടിക്കുക. ഓക്കെ, ഇതിനെ എനിക്ക് ഫോഴ്സ് ചെയ്ത് ഞാൻ ഇളക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. ഓട്ടോമാറ്റിക് ആക്ച്വലി നിങ്ങൾക്ക് എനിക്കിത് ഹൈറ്റ് വെക്കാൻ നിർത്തിയില്ല. ഐ ഡോണ്ട് തിങ്ക് പോസിബിൾ അല്ല എൻ്റെ അതിനുള്ള. ഓക്കെ, ലെറ്റ് മീ ചേഞ്ച്. ഓക്കെ, ഞാൻ സെറ്റിംഗ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പോലെ ഇതെനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല, കാരണം എനിക്ക് ഫോണ് എനിക്ക് എന്താ പറയുക ഇത് സ്റ്റോപ്പ് ചെയ്യാനും ഇതാക്കാനും ഒന്നും കിട്ടില്ല, അതുകൊണ്ടാണ്. ബട്ട് എനിവേ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഐ ഹോപ്പ് ഇപ്പോൾ ഫുൾ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്ക്. സോ ഇങ്ങനെ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുക. ആൻഡ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ ചോദിക്കും, ഇത് ഓട്ടോമാറ്റിക്കലി ഇളകാൻ തുടങ്ങും. ഓക്കെ, ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ചോദിക്കാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, ഞാൻ വെറും യെസ് ആൻസർ വരുമ്പോൾ ഇവിടെ യെസ് ഇവിടെയാണ്, എനിക്ക് നോ ഇവിടെയുണ്ട്. സോ യെസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആടണം അല്ലേ, ഇങ്ങനെയാണ് ആടേണ്ടത്. സോ ഞാനത് എന്താ പറയുക, പെൻഡുലമിനോട് ഞാൻ ജസ്റ്റ് യെസ് കാണിക്കാൻ പറയാം, സോ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ കുറച്ച് സൈലൻ്റ് ആവും. മനസ്സിൽ ഞാൻ അതാണ് പറയുന്നത്, ക്വസ്റ്റ്യൻ യെസ് എന്നുള്ളത് കാണിക്കാൻ പറയുകയാണ്, ഞാൻ യെസ്സിലേക്ക് പോയിന്റ് ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, pendulum, please point to yes. Point to the yes answer, please. Please point to yes. പ്ലീസ് കുറച്ചുകൂടി സ്പീഡിൽ ഫാസ്റ്റായിട്ട് ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പോലെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു എന്ന് പറയുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി നിൽക്കും, ബിക്കോസ് എൻ്റെ ക്വസ്റ്റ്യൻ്റെ ഇത് കഴിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഓക്കെ, ഞാൻ ഈ നോ കൂടി കാണിക്കാം. ജസ്റ്റ് സോറി, ഇത് പേഷ്യൻസ് നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ പ്ലീസ്. ഓക്കെ, ഫോർവേഡ് ചെയ്തോളൂ. ഓക്കെ, നോ കാണിച്ചു തരൂ പ്ലീസ്. ഷോ മീ നോ. എന്തെങ്കിലും പ്ലീസ് എനിക്ക് ക്ലിയർ ആയിട്ടൊരു നോ ആൻസർ കാണിച്ചു തരൂ. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട്, ഫോഴ്സ് ആയിട്ട് പ്ലീസ്. ഫാസ്റ്റ് ആയിട്ട്. താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഓക്കെ, ഇനി ഐ ഹോപ്പ് നിങ്ങൾക്ക് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അത്ര ക്ലിയർ ആവില്ല, ബിക്കോസ് ഓക്കെ ഒരു കാര്യം ചെയ്യാം, കുറച്ചുകൂടെ അടുത്തേക്ക് വെക്കാം. സോ ദാറ്റ് ഓക്കെ, ശരി. ഇനി ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യെസ് ആൻഡ് നോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ആലോചിക്കാം. അതൊരു 2 ക്വസ്റ്റ്യനെങ്കിലും ഞാൻ എടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് കാർഡ്സ് കൂടി നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഞാൻ പറയാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആലോചിച്ചോളൂ, പോസ് ചെയ്തോളൂ. പോസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. അതിന് ആൻസർ യെസ് ആണോ നോ ആണോ എന്ന് നമുക്ക് പെൻഡുലത്തിനോട് ചോദിക്കാം. ആൻഡ് ഇവിടെ കുറച്ച് വെച്ച കാർഡ്സിൽ നിന്ന് ഗൈഡൻസും എടുക്കാം. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യനിൽ പ്ലീസ് എനിക്കൊരു യെസ് ഓർ നോ തരൂ പ്ലീസ്. പ്ലീസ് പിക്ക് ദെയർ എനർജീസ്. Please guide me. Please guide my viewers. Clear ആയിട്ടൊരു യെസ് ഓർ നോ തരൂ എനിക്ക്. ഇവരുടെ ചോദ്യത്തിന് യെസ് ആണോ നോ ആണോ? ആക്ച്വലി ലേശം കൺഫ്യൂഷൻ വന്നു. ഐ ഡോണ്ട് നോ വൈ. റീഫ്രേസ് ആൻഡ് വിൽ നോട്ട് ആൻസറിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളോട് പറയുന്നത് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കാര്യത്തിനെ തന്നെ നിങ്ങളൊന്ന് മാറ്റേണ്ടതായിരിക്കാം. നിങ്ങളുടെ മനസ്സിലെ ചോദ്യം എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഒന്ന് പോസ് ചെയ്തോളൂ. പോസ് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ, ഇവിടെ വിൽ നോട്ട് ആൻസർ ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ചില സമയത്ത് അങ്ങനെയൊക്കെ കാണിക്കും.
എൻ്റെ പെൻഡുലം ഭയങ്കര ലൈക്ക് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ വിയേർഡ് ആൻസേഴ്സ് ഒക്കെ തരും. ഓക്കെ, സോ വിൽ നോട്ട് ആൻസർ ആവാം, അല്ലെങ്കിൽ റീഫ്രേസ് ആവാം. അതായത് നിങ്ങളോട് പറയുന്ന ഒന്നുകൂടി ആ ക്വസ്റ്റ്യനെ ചോദിക്കാനായിരിക്കാം. മേ ബി നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കില്ല, ഞാൻ ഫോക്കസ്ഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കില്ല. സോ ഒന്നുകൂടി ഒന്ന് കണ്ണടച്ച് ഒരു സെക്കൻഡ് ഇരുന്ന് നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തോളൂ. മേ ബി ആ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, യെസ് ഓർ നോ എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 ഓപ്ഷൻ ആയിട്ട് ചോദിക്കരുത്. ക്ലിയർ ആയിട്ട് ഒരു കാര്യം എടുക്കുക. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുമോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. ഓക്കെ, കിട്ടുമോ ഇല്ലേ എന്ന് പറയണ്ട, എനിക്ക് ജോലി കിട്ടുമോ. ഓക്കെ, യെസ് ആണോ നോ ആണോ ആൻസർ. അതേപോലെ തന്നെ പേഴ്സന്റെ മെസ്സേജ് വരുമോ ഇല്ലേ, ദറ്റ്സ് ഇറ്റ്. വരുമോ, ദറ്റ്സ് ഇറ്റ്. ഓക്കെ, മെസ്സേജ് വരുമോ, വരും അല്ലെങ്കിൽ ഇല്ല. സോ അങ്ങനെയായിരിക്കും നമുക്ക് ആൻസർ വരിക. സോ അങ്ങനെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ വെക്കാൻ ശ്രമിക്കൂ. മൾട്ടിപ്പിൾ ഓപ്ഷൻ കൊടുക്കേണ്ട. അതായത് എനിക്ക് ഈ ജോലിയാണോ ആ ജോലിയാണോ നല്ലത് എന്ന രീതിക്ക് ചോദിക്കരുത്. നിങ്ങൾ ഒരു ജോലി, അതായത് 2 ജോലി ഓപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒന്നിനെ ആലോചിക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കാം, ഈ ജോലിയാണോ എനിക്ക് നല്ലത് എന്ന് മാത്രം പറയാം. ഓക്കെ, സോ അങ്ങനെ ക്ലിയർ ആൻസർ നമുക്ക് കിട്ടുള്ളൂ. സോ അവിടെ എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചതോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ മൈൻഡ് കോൺസെൻട്രേഷൻ്റെയോ ആവാം, പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആവാൻ. ഓക്കെ, ഞാൻ സൈലന്റ് ആയിരിക്കും. ഓക്കെ, അധികം പറയില്ല. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, പെൻഡുലം പ്ലീസ് വ്യൂവേഴ്സിനെ ഒന്ന് ഗൈഡ് ചെയ്യൂ. ഒരു കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ, യെസ് ഓർ നോ. അവരുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് എനിക്കൊരു യെസ് ഓർ നോ ക്ലിയർ ആയിട്ട് പ്ലീസ്. എൻ്റെ കൈയിനെ വലിക്കുന്നത് ഒരല്പം നോയിൻ്റെ ഭാഗത്തേക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നോയിലേക്കാണ് കൂടുതൽ പോകുന്നത്. എന്താ, പ്ലീസ് ക്ലിയർ ആയിട്ട് പറയൂ പ്ലീസ്. നോ ആണോ യെസ് ആണോ, യെസ് ആണോ നോ ആണോ പ്ലീസ്. ഷുഡ് ക്ലിയർ ആയിട്ട് ഒരു ഇൻഡിക്കേഷൻ അവരുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യന്. ഓക്കെ, ഇവിടെ എനിക്ക് നോ ആണ് കിട്ടുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ചാൽ അതിനൊരു നോ എന്ന് വരുന്നുണ്ട്. അത് ഇപ്പോഴത്തേക്ക് നോ എന്നാണോ, പിന്നെ അവർക്ക് യെസ് ആവാൻ സാധ്യതയുണ്ടോ? ഇപ്പോഴത്തേക്ക് നോ എന്നാണോ, അത് പിന്നീട് അത് യെസ് ആവാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ ചോദിക്കാം. ഓക്കെ, പിന്നീട് അത് യെസ് ആവാനുള്ള സാധ്യതയുണ്ടോ? പ്ലീസ് ഗൈഡ് മീ. അവർ ചോദിച്ച ക്വസ്റ്റ്യന് നോ ആൻസർ കിട്ടി, അത് പിന്നീട് യെസ് ആവാൻ സാധ്യതയുണ്ടോ? ഓക്കെ, ഒരു ഫുൾ യെസ് എനിക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷെ ഒരല്പം യെസിന്റെ ഭാഗത്തേക്ക് ചെറിയൊരു പോയിന്റിങ് ഉണ്ട്. ഓക്കെ, ഐ ഹോപ്പ്. യെസ്സിലേക്ക് ഫുള്ളായിട്ട് നിൽക്കുന്നില്ല. ഓക്കെ, ഒരു മേ ബി എന്നും പറയാം. നോ, മേ ബിയിലേക്കല്ല പോയത്, നോയിലേക്ക് ആദ്യം പോയി. ഓക്കെ, അതിനുശേഷം ഒരല്പം ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചുകൂടെ ഒരു ഫുൾ യെസ് തരുന്നില്ല യൂണിവേഴ്സ്, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ഇതിനൊരു ഫുൾ യെസ് അല്ല തരുന്നത്, നോ ആണ് കാണിക്കുന്നത്. യെസ് എന്നൊരു മേ ബി, കുറച്ച് പേർക്ക് കുറച്ച് മേ ബി ലേറ്റർ ഓൺ അത് യെസ് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിക്കും പറയുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു കാർഡ് ഞാൻ ചാലഞ്ച് ഓർ ഫ്രസ്ട്രേഷൻ. അതാണ്. ഓക്കെ. A challenge or frustration, psychological blocks to thought or activity including grievances. ഓക്കെ, ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ബ്ലോക്കേജസ് ഉണ്ട്. നിങ്ങളുടെ മൈൻഡിന്റെ ബ്ലോക്കേജ് ആണ്. അത് തന്നെയാണ് വീണ്ടും ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞത്. ആദ്യം തന്നെ പറഞ്ഞതും റീഫ്രേസ്, വിൽ നോട്ട് ആൻസർ എന്നൊക്കെ പറഞ്ഞു. സോ നിങ്ങളുടെ ചോദിക്കുന്നത് തന്നെ എന്തോ ഒരു നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ ഒരു ഉറപ്പ് വെച്ചിട്ടായിരിക്കില്ല ചോദിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് തന്നെ ഒരു അതാണോ വേണ്ടത് എന്ന് ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം. നിങ്ങളുടെ മനസ്സിൽ ബ്ലോക്കേജസ് ഉണ്ട്, അതാണ് ഇവിടെ തടസ്സം. ബ്ലോക്കേജസ് ടു തോട്ട് ആണ്, നിങ്ങളുടെ തോട്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആക്ടിവിറ്റിക്ക്, അതായത് നിങ്ങളൊരു ആക്ഷൻ എടുക്കേണ്ടത്, അവിടെയാണ് തടസ്സം. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് തടസ്സം എന്നാണ് പറയുന്നത്. സോ ഇത് യെസ് ആവാനുള്ള ഒരു ചെറിയൊരു പോസിബിലിറ്റി യൂണിവേഴ്സ് കാണിച്ചു, പക്ഷെ ബ്ലോക്കേജ് നിങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്യാൻ, ഒരു കാർഡ് കൂടി എടുത്തേക്കാം. ജീബോ, ഇത് ഗിഫ്റ്റ് ആണല്ലോ. ഓക്കെ, ഗിഫ്റ്റ് ബോത്ത് ഇൻ ദ സെൻസ് ഓഫ് സാക്രിഫൈസ് ആൻഡ് ജനറോസിറ്റി.
ഇൻഡിക്കേറ്റിംഗ് ബാലൻസ് ഓൾ മാറ്റേഴ്സ് ഇൻ റിലേഷൻ ടു എക്സ്ചേഞ്ചസ് ഇൻക്ലൂഡിങ് കോൺടാക്ട്. ഓക്കെ, ആക്ച്വലി ഒരു ഗിഫ്റ്റ് കിട്ടുന്ന കാര്യമാണിത്. സോ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം ഒരു നോ ആണെങ്കിലും പിന്നീട് യെസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഗിഫ്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണ് പറയുന്നത്. സോ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിട്ട്, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഗിഫ്റ്റ് തരുന്നത് മാത്രമല്ല, നമുക്ക് എന്ത് കിട്ടിയാലും അതിന്, അതായത് എന്ത് സക്സസ് വന്നാലും, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർത്താലും, ജോലി കിട്ടിയാലും, അല്ല റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോയാലും എല്ലാം ഓക്കെ, നമുക്ക് അതിനെ ഈ കാർഡായിട്ട് പറയാം, ഗിഫ്റ്റ് ആയിട്ട് പറയാം. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് അത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, യെസ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ആദ്യം തടസ്സങ്ങളുണ്ട്, അത് ഓവർകം ചെയ്യാൻ നിങ്ങൾ തന്നെ ആദ്യം എന്തോ മാറ്റണം എന്ന രീതിക്കാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത്. സോ ഇവിടെ തടസ്സം, നോ എന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു പ്യുവർ നോ അല്ല തരുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് തടസ്സങ്ങൾ നിങ്ങളുടെ മനസ്സിലാണ്, നിങ്ങളായിട്ടാണ്. മീൻസ് നമ്മൾ 8 ഓഫ് സോർട്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 8 ഓഫ് സോർട്സ് പറയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ മെന്റൽ ബ്ലോക്കേജ് എന്ന് പറയും. ഓക്കെ, നമ്മൾ തന്നെ അവനവനെ പെട്ട് നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ്. അപ്പം നിങ്ങളാണ് അതിൽ നിന്ന് പുറത്ത് വരേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ മാറ്റി നിങ്ങൾ അതിന് റൈറ്റ് ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യെസ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ നോ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പം എങ്ങനെ പോകുന്നോ, ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ആ ഒരു എന്ത് നിലയിലാണോ നിങ്ങൾ നിൽക്കുന്നത് അതിൽ മുന്നോട്ട്. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മാറ്റാനുണ്ട്, നിങ്ങളുടെ മെന്റൽ ബ്ലോക്കിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാനുണ്ട്. അതിനുശേഷം നിങ്ങൾക്കൊരു യെസ് ആണ് കാണുന്നത്, നിങ്ങൾക്ക് യെസ് കിട്ടും. പക്ഷെ മാറ്റങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം എന്ന രീതിക്കാണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി എടുത്തേക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യേണ്ട, വിട്ടേക്കൂ. അല്ലെങ്കിൽ അതിനെ തന്നെ മാറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി മതി എന്നുണ്ടെങ്കിൽ വിട്ടേക്കും. ഓക്കെ, വേറെ റീഡിങ്ങിൽ കുറച്ചുകൂടി ചിലപ്പോൾ ക്ലാരിഫിക്കേഷൻ വരും. ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിലെങ്കിലും ഒരു ക്ലാരിറ്റിയോടെ കിട്ടട്ടെ ആൻസർ. ഓക്കെ, ലെറ്റ്സ് സീ. യൂണിവേഴ്സ് പ്ലീസ് വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ അവർ മനസ്സിൽ ചിന്തിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത് തന്നെയായാലും അതിനൊരു ആൻസർ എനിക്ക് പ്ലീസ്. വ്യൂവേഴ്സിൻ്റെ മനസ്സിലെ ക്വസ്റ്റ്യൻ പ്ലീസ് പിക്ക് ചെയ്തിട്ട് എനിക്കൊരു ആൻസർ തരൂ. യെസ് ഓർ നോ കാണിച്ചു പ്ലീസ്. അവർ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന കാര്യം അതിന് യെസ് ആണോ നോ ആണോ? Please give me an answer. ഓക്കെ, ക്ലിയർലി നമുക്ക് യെസിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, കൂൾ. ഓക്കെ, യെസ് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഒരു സ്ട്രോങ് യെസ് തരുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, ഗ്രേറ്റ്. നമ്മൾ കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമില്ല, കൺഫ്യൂസ് ചെയ്യേണ്ട. ഓക്കെ, സോ യെസ് ആണ് കിട്ടിയത്. നമുക്കിവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചത് എന്താ തന്നെയായാലും നമുക്ക് നോക്കാം, അതിനുള്ളൊരു ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. യെസ് ആയ സ്ഥിതിക്ക് ഇംഗ്വാസ്, മെയിൽ ഫെർട്ടിലിറ്റി, ജസ്റ്റേഷൻ, ഇന്റേണൽ ഗ്രോത്ത്, കോമൺ വെർച്യൂസ്, കോമൺ സെൻസ്, ഫാമിലി, ലവ്, കെയറിങ്. ഓക്കെ, ഒന്നുകൂടി എടുത്തേക്കാം. ലെറ്റ് മീ ജസ്റ്റ് സീ ത്രൂ. ഓക്കെ, ശരി. 2-3 കാർഡ്സ് എനിക്ക് ഒരു ഇത് തോന്നിയോണ്ടെടുത്താണ്. ഫസ്റ്റ് തിങ് നിങ്ങളോട് പറയുന്നത് മെയിൽ ഫെർട്ടിലിറ്റി. ഓക്കെ, ഇത് കുറച്ച് പേർക്ക് പ്രഗ്നൻസിയുടെ കാര്യം കാണുന്നുണ്ട്. നിങ്ങൾ പ്രഗ്നൻസി ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ ഒരു യെസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി പ്രഗ്നൻസി എന്ന് മാത്രമല്ല, അത് വേറെ നിങ്ങളുടെ ഒരു ഇന്റേണൽ ഗ്രോത്ത് എന്ന കാര്യം കൂടി കാണിക്കുന്നുണ്ട്. ഒന്ന്, യെസ്, പ്രഗ്നൻസി ഡെഫിനറ്റ്ലി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ യെസ് ആണ്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ഇന്റേണൽ ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങളും അതുപോലെ എന്താ പറയുക, പ്രഗ്നൻസി സ്റ്റേജ് നിങ്ങൾ ആലോചിച്ചു. അതായത് നമ്മൾ പറയില്ലേ, ഒരു കുഞ്ഞിൽ നിന്ന് വളർന്ന് നമ്മൾ വലുതായി വരിക എന്ന രീതിക്ക്. സോ അങ്ങനെ ഒരു സ്റ്റേജ് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ഗ്രോത്ത്, മെച്യൂരിറ്റി എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ കാര്യം എന്തെങ്കിലും നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ഗ്രോത്ത് എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഓക്കെ, ഒരു വളർച്ച എന്ന രീതിക്ക് നമുക്ക് പറയാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് മാരേജ് വരാനുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ നല്ലൊരു വീട്, ഫാമിലി, ജോലിയിൽ, കരിയറിൽ ഗ്രോത്ത് എല്ലാം കാണുന്നുണ്ട് എനിക്ക്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിക്കുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ
കുറച്ച് പേർക്ക് ഇവിടെ ചില സീക്രട്സ് ഉണ്ട്, ചില മാറ്റേഴ്സ് ഉണ്ട്, ഹിഡൻ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നായിരിക്കാം. ഓക്കെ, ഡിറ്റർമിനിങ് ദ ഫ്യൂച്ചർ ഓഫ് യുവർ മേ ബി ചില കാര്യങ്ങൾ ഹിഡൻ ആണ്. ഇവിടെ ചില ഇതിപ്പോൾ പ്രഗ്നൻസിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു മിസ്റ്ററി ഉണ്ട്, ചില സീക്രട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹിഡൻ കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഐ തിങ്ക് അത് ഓൾറെഡി മനസ്സിലാവുന്നുണ്ടാവാം. സോ അത് നിങ്ങൾ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ചില സീക്രട്സ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ സിറ്റുവേഷൻസ് ബെറ്റർ ആയിട്ട് വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് സ്പീഡ്, ആക്ച്വലി രണ്ടിലും ഒരുവിധം ഒരേ കാര്യങ്ങൾ, ഗ്രോത്ത്, സ്പീഡ്, സ്ട്രെങ്ത് എന്നൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഒരു ഗ്രോത്ത് വരുന്ന കാര്യമാണ് ഇവിടെയും പറയുന്നത്. നിങ്ങൾക്ക് എനർജി വൈസ്, ഹെൽത്ത് വൈസ് നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവ് ആവുക, സ്ട്രെങ്ത് വരിക, ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് കൂടുക, അല്ലെങ്കിൽ വിസ്ഡം, നിങ്ങൾക്ക് കാര്യങ്ങളുടെ നോളജ് കൂടുക, എല്ലാം എനിക്ക് കാണുന്നുണ്ട്. എല്ലാ തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ചിലവർ പഠിക്കുന്ന കാര്യത്തിലായിരിക്കാം ഇത്, നിങ്ങൾ കൂടുതൽ പഠിച്ചു. ആക്ച്വലി ഇതും മേ ബി നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളായിരിക്കാം, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെ, ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ ആക്ച്വൽ പഠിപ്പിനെ കുറിച്ചുമായിരിക്കാം. സോ ഇവിടെ നിങ്ങൾ അഗൈൻ പഠിച്ച് കുറച്ചുകൂടി ബെറ്റർ ആവുന്ന തരത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കുറെ കൂടി നോളജ് ഉണ്ട്, നിങ്ങൾക്ക് ആക്ച്വലി എന്തും ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് സ്പീഡിൽ കാര്യങ്ങൾ നടക്കും എന്നും പറയുന്നുണ്ട്. നല്ലോണം നിങ്ങൾ എനർജറ്റിക് ആയിട്ടും ഹെൽത്ത് വൈസും ഒക്കെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് വരാൻ പോകുന്നത്. സോ യെസ്, പോസിറ്റീവ് മൂവ്മെന്റ്സ് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. നിങ്ങൾക്കൊരു യെസ് ഓൾറെഡി യൂണിവേഴ്സ് തന്നിരുന്നു. ഒരു കാര്യം മാത്രം ഐ തിങ്ക് മേ ബി നിങ്ങൾ കുറച്ചുകൂടി പഠിക്കുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നൊരു അഡ്വൈസ് ഉണ്ട് ഇവിടെ. അത് മാത്രം എന്താണെന്നുള്ളത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ നോക്കുക. ബട്ട് ഇവിടെ വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് കിട്ടിയ യെസ് തന്നെയായിരുന്നു. നിങ്ങൾക്കൊരു ഗ്രോത്ത്, എനിവേ എല്ലാ തരത്തിലും ഒരു പോസിറ്റീവ് എനർജി, ഈവൻ ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹെൽത്ത് ഒക്കെ ബെറ്റർ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഓക്കെ, സോ ഞാൻ 2 ക്വസ്റ്റൻ ആയിട്ട്, സോറി കുറച്ച് നീണ്ടുപോയി, ബിക്കോസ് ഞാനത് നിങ്ങൾക്ക് വേണം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. എനിവേ, സോ ഐ ഹോപ്പ് കുറച്ച് സ്പീഡ് കൂട്ടി കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.